രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് ഇന്ന് സൗദിയിൽ നിന്നും വന്നത്. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു പ്രധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. ഈ പുതിയ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം രണ്ട് രാജ്യങ്ങളെയും ഒന്നിച്ച് ആക്രമിച്ചതായി കണക്കാക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശനത്തിനിടെ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് പാകിസ്ഥാനിലെ തന്നെ ജിയോ ഡോൺ എന്നീ മാധ്യമ സ്ഥാപനങ്ങളാണ്. ആ വാർത്തകൾ പ്രകാരം ഈ കരാർ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ 80 വർഷത്തെ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് പ്രകാരം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാനും പ്രാദേശിക ആഗോള സമാധാനത്തിന് സംഭാവന നൽകാനും ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു. പ്രധാനമായും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം രണ്ടാമത്തെ രാജ്യത്തിനും എതിരായതായി കണക്കാക്കും. ഇതൊരു പരസ്പര പ്രതിരോധ കരാർ പോലെയാണ്, നാറ്റോ സഖ്യത്തെ പോലെ. പാക് പ്രധാനമന്ത്രി ഷെരീഫിനോടൊപ്പം വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ, പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തുടങ്ങിയവരും റിയാദിലെത്തിയിരുന്നു. അതേസമയം ഇപ്പുറത്ത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ്. ഇതിന് പുറമെയാണ് എണ്ണ ഇറക്കുമതി. 2023 ഇന്ത്യ സൗദിയിൽ നിന്ന് ഏകദേശം 3,35,000 കോടിയോളം വിലയുള്ള എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. അതായത് ഇന്ത്യയുടെ 18% എണ്ണ ആവശ്യവും നിറവേറ്റുന്നത് സൗദിയാണ്. ഇതിന് പുറമെ ഈ വർഷം നിലവിൽ വന്ന ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കരാർ പ്രകാരം പ്രതിരോധം, സുരക്ഷ, ടെററിസം വിരുദ്ധത എന്നീ മേഖലകളിൽ സഹകരണം നിലവിലുണ്ട്. നേരത്തെ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ 2019 ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഈ വർഷം പ്രധാനമന്ത്രി മോദി റിയാദ് സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇനി പാകിസ്ഥാനും ഒന്നിച്ചുള്ള സൗദിയുടെ ഈ പുതിയ കരാർ ഇന്ത്യ സൗദി ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനുമായി സൗദിയുടെ ബന്ധം പഴക്കമേറിയതാണ്. സൗദി പാകിസ്ഥാന് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകാറുമുണ്ട്. തിരിച്ച് പാകിസ്ഥാൻ സൗദിയുടെ സൈനിക ഉപദേശകരെയും സൈന്യത്തെയും പരിശീലിപ്പിക്കാറുമുണ്ട്. 1980കളിൽ സൗദി പാകിസ്ഥാനെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനായി സഹായിച്ചതായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ പുതിയ കരാർ എന്തായാലും പാകിസ്ഥാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുമെന്ന് തീർച്ചയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ സൗദിയുടെ പിന്തുണ നേടാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ സൗദി ഇന്ത്യയുടെ നിലപാടിനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഏറെക്കുറെ അനുകൂലിക്കുകയും ചെയ്യുന്നു. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം സൗദി രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പാകിസ്ഥാന്റെ ക്ഷണം ഉണ്ടായിട്ടും അന്ന് അവരെ ഒഴിവാക്കിയിരുന്നു. ശരിക്കും ഈ കരാർ ഇന്ത്യക്ക് ഭീഷണിയാണോ? അങ്ങനെ ചിന്തിക്കുന്നവരും കുറവല്ല. കാരണം പാകിസ്ഥാൻ സൗദിയുടെ പിന്തുണയോടെ നമ്മുടെ കാശ്മീരിലോ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലോ ആക്രമണം നടത്തിയാൽ സൗദി ഇടപെടുമോ? സാധ്യത തീരെ കുറവാണ്. സൗദി അറേബ്യയുടെ പ്രധാന താൽപ്പര്യം സ്ഥിരതയും ഇറാൻ, യമൻ തുടങ്ങിയ പ്രാദേശിക ഭീഷണികളുമാണ്. സൗദി പാകിസ്ഥാൻ ഉടമ്പടി പ്രധാനമായും ഇറാൻ വിരുദ്ധമാണ്. എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം സൗദിക്ക് സാമ്പത്തികമായി പ്രധാനപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ നിലവിൽ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കൂടാതെ ഏകദേശം 85,000 കോടിയുടെ പണവിനിമയവും നടക്കുന്നുണ്ട്. ഇല്ല, സൗദി ഇന്ത്യയെ അവഗണിക്കാൻ സാധ്യത കുറവാണ്. ചരിത്രപരമായി സൗദി പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധം 2010കൾ മുതൽ മെച്ചപ്പെട്ടു. 2021 ഇന്ത്യ സൗദി സൈനിക സഹകരണം വർദ്ധിപ്പിച്ചു. ഇപ്പോഴത്തെ ഈ കരാർ ഇന്ത്യയെ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ഇന്ത്യക്ക് പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പുതിയ കരാറിലെ ആക്രമണം എന്നതിനെ എങ്ങനെ നിർവചിക്കുന്നു എന്ന് വ്യക്തമല്ല. അതിനാൽ പ്രായോഗികമായി പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഭാഗമായാണ് പാക് പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം. ചുരുക്കത്തിൽ ഈ കരാർ പാകിസ്ഥാന് ശക്തി നൽകുമെങ്കിലും സൗദിയുടെ പ്രധാന പങ്കാളിത്തം ഇന്ത്യയോടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഭീഷണിയാവാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ത്യ ജാഗ്രത പാലിക്കുക എന്ന് തീർച്ചയാണ്.